നമസ്കാരം, കൊട്ടാരക്കര മീഡിയയിലേക്ക് സ്വാഗതം. ഒരു നിമിഷം വൈകിയിരുന്നെങ്കിൽ ആ യുവതി തീവണ്ടിക്കിടയിൽ പെടുമായിരുന്നു. എഞ്ചിൻ കടന്നുപോയിരുന്നു. ബോഗികൾക്കിടയിലേക്ക് ചാടിക്കയറാനായിരുന്നു ശ്രമം. ഷോളിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചിട്ടു. ഹരിപ്പാട് സ്റ്റേഷനിലെ സിവിൽ പോലീസ് ഓഫീസർ എ നിഷാദ് അമ്പരപ്പോടെയാണ് ആ രംഗം വിശദീകരിച്ചത്. തീരദേശ പാതയിലെ കരുവാറ്റ ഗണപതിയാക്കുളങ്ങര ലെവൽ ക്രോസിന് സമീപം ആത്മഹത്യക്ക് ശ്രമിച്ച യുവതിയെ രക്ഷപ്പെടുത്തിയത് നിഷാദിന്റെ സാഹസിക ഇടപെടൽ. ഞായറാഴ്ച രാവിലെ 11:40 സംഭവം. തീവണ്ടിക്ക് മുന്നിൽ ചാടി ആത്മഹത്യ ചെയ്യാൻ പോവുകയാണെന്നും മറ്റാർക്കും പങ്കില്ലെന്നും പറഞ്ഞ് ഹരിപ്പാട് സ്വദേശിനിയായ യുവതി സ്റ്റേഷനിലേക്ക് ഫോൺ വിളിച്ചതോടെയാണ് സംഭവത്തിന്റെ തുടക്കം. കുടുംബ പ്രശ്നവും കടബാധ്യതയും കാരണമാണ് ആത്മഹത്യ ചെയ്യാൻ പോകുന്നതെന്നും പറഞ്ഞിരുന്നു. SI ഷൈജ സംസാരിക്കാൻ ശ്രമിച്ചപ്പോഴേക്കും ഫോൺ ഓഫായി. സൈബർ സെല്ലിന്റെ സഹായത്തോടെ ലൊക്കേഷൻ കണ്ടെത്താൻ നിർദ്ദേശം നൽകിയ ശേഷം നിഷാദിനെയും പോലീസ് ഡ്രൈവർ രാകേഷിനെയും കൂട്ടി SI ഉടൻ തെരച്ചിലിനിറങ്ങി. ഹരിപ്പാട്ടെയും സമീപ പ്രദേശങ്ങളിലെയും ലെവൽ ക്രോസുകളിൽ തിരഞ്ഞെങ്കിലും ഫലമുണ്ടായില്ല. സ്വിച്ച് ഓഫ് ആയിരുന്ന ഫോൺ ഇതിനിടെ ഓണായി. ഉദ്യോഗസ്ഥ വിളിച്ചപ്പോൾ ജീവിക്കാൻ ആഗ്രഹമില്ലെന്നും തീവണ്ടി കാത്തു നിൽക്കുകയാണെന്നും പറഞ്ഞു. സ്ഥലം എവിടെയാണെന്ന ചോദ്യത്തിന് അമ്പലത്തിനടുത്താണെന്ന് പറഞ്ഞ് ഫോൺ ഓഫാക്കി. ഇതിനിടെ ലൊക്കേഷൻ ആയപ്പറമ്പ് ഭാഗത്താണെന്ന് കണ്ടെത്തി. അവിടെ ക്ഷേത്രമുള്ളത് ഗണപതിയാക്കുളങ്ങര ലെവൽ ക്രോസിന് സമീപമാണെന്ന് മനസ്സിലാക്കിയ പോലീസ് അവിടേക്ക് കുതിച്ചു. ഗണപതിയാക്കുളങ്ങര ലെവൽ ക്രോസിൽ വാഹനങ്ങൾ കടന്നു പോകുന്നത് അടിപ്പാതയിലൂടെയാണ്. റോഡിൽ നിന്നാൽ തീവണ്ടിപ്പാത കാണാനാകില്ല. നിഷാദ് മുകളിലേക്ക് കയറുമ്പോഴാണ് ആലപ്പുഴ ഭാഗത്തു നിന്നെത്തിയ തീവണ്ടിയിലേക്ക് ചാടാനായി യുവതി നിൽക്കുന്നത് കണ്ടത്. ഉടൻ ഷാളിൽ പിടിച്ച് പിന്നിലേക്ക് വലിച്ചിട്ടു. തുടർന്ന് യുവതിയെ അനുനയിപ്പിച്ച് ജീപ്പിൽ സ്റ്റേഷനിലെത്തിച്ച ശേഷം ബന്ധുക്കളെ വിളിച്ചു വരുത്തി ഒപ്പം വിട്ടു. പെട്ടെന്നുണ്ടായ പ്രകോപനത്തിൽ വീട് വിട്ടിറങ്ങിയെന്നാണ് യുവതി പോലീസിനോട് പറഞ്ഞത്. സംഭവം നടന്നത് വിയാപുരം സ്റ്റേഷൻ പരിധിയിലാണ്. അതിനാൽ തുടർ നടപടി വിയാപുരം പോലീസാണ് സ്വീകരിക്കുക. ആത്മഹത്യ ഒന്നിനും പരിഹാരമല്ല. മാനസികാരോഗ്യ വിദഗ്ധരുടെ സഹായം തേടുക.